2 തിമോത്തി 2:22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഒരു ജീവിത നവീകരണത്തിനും വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ആവശ്യമായ ഉപദേശങ്ങളുമായാണെന്ന് വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിനെ സമീപിക്കുക. 22-ാം വാക്യം പറയുന്നു, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക. നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം മുതലായ പുണ്യങ്ങളും ഫലങ്ങളും ജീവിതത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക. 23-ാം വാക്യം പറയുന്നു, മൂഢവും ബാലിശവുമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നു, 4-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഉത്തരവും അദ്ദേഹം തന്നെ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകൾ കാരണമല്ലേ അവയുണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ദുശ്ചിന്തകളും ദുരാഗ്രഹങ്ങളുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണത്? ഞാൻ വലിയവനാണ് എന്ന് കാണിക്കാൻ, ഞാൻ തെറ്റ് ചെയ്യാത്തവനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ് എന്നൊക്കെ കാണിക്കുവാനുള്ള ഒരു ത്വര, മറ്റുള്ളവരുടേതാണ് എല്ലാ കുറ്റവുമെന്ന് തെളിയിക്കുവാനുള്ള തത്രപ്പാട്, എല്ലാം കൂടിയുള്ള ഒരു ടെൻഷൻ എപ്പോഴും എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത എൻ്റെ വികാരങ്ങൾ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഞാൻ പറയുന്നതനുസരിക്കണം, മറ്റൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ കൈയടക്കിയ ക്രിസ്മസ് കാലത്തെ കുറേ സംഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചതാണ്. പള്ളികൾ പൊളിക്കുന്നു, കത്തിക്കുന്നു, പാതിരിമാരെ പിടിച്ചടിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കള്ളക്കേസുണ്ടാക്കി ജയിലിലടയ്ക്കുന്നു, ജയിലിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു, തല്ലുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന അഹംഭാവം, അധികാരപ്രമത്തത, പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട് എന്ന അഹങ്കാരം, അവരനെ ബഹുമാനിക്കാൻ പഠിക്കാത്തതിൻ്റെ കുറവ്, സംസ്കാരമില്ലായ്മ. ലോകത്തിൽ ഇന്ത്യയിൽ ഒരു മതം മാത്രം മതി എന്ന് പറയാൻ നീ ആരാണ്? ഈ ലോകവും അതിലെ എല്ലാം സൃഷ്ടിച്ചത് നീയാണോ? നിനക്കിഷ്ടമുണ്ടെങ്കിലേ സൂര്യൻ ഉദിക്കാൻ പാടുള്ളൂ, മഴ പെയ്യാനും പക്ഷികൾ ചിലയ്ക്കാനും പാടുള്ളൂ എന്നുണ്ടോ? നിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണോ നദികൾ ഒഴുകുന്നതും വാഹനങ്ങൾ ചലിക്കുന്നതും മഴവില്ലിന് 7 നിറമുണ്ടായതും? നിൻ്റെ സമ്മതം ചോദിച്ചിട്ടാണോ നിൻ്റെ മാതാപിതാക്കൾ നിന്നെ ജനിപ്പിച്ചത്? നിനക്ക് ജനിക്കാനും ജീവിക്കാനും അർഹതയും അധികാരവും ഉണ്ട് എങ്കിൽ എല്ലാവർക്കും അതില്ലേ? അത് നിൻ്റെ ഔദാര്യമല്ല. അവർ അവരുടെ ജീവിത രീതിയിൽ തിന്നുകയോ കുടിക്കുകയോ ഉടുക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യട്ടെ. നീ എല്ലാവരുടെയും തലതൊട്ടപ്പനാണ് എന്ന് നീ വിചാരിക്കുന്നതാണ് എല്ലായിടത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിൻ്റെ വിശ്വാസം നീ ജീവിക്കുന്നത് പോലെ അവൻ്റെ വിശ്വാസം അവനും ജീവിക്കാൻ അനുവദിക്കുക. നിന്നെ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് നീ ജീവിക്കണ്ട എന്ന് പറയാൻ എനിക്കെന്ത് അധികാരം? എൻ്റെ സഹോദര, കർത്താവ് പറയുന്നു, 2 തിമോത്തി 2:24, കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത് എന്ന്. അതുകൊണ്ടാണ് മുതുകത്ത് കയറി നിരങ്ങിയിട്ടും ക്രിസ്ത്യാനികൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങാത്തത്. അതുകൊണ്ട് അവരനെ ബഹുമാനിച്ച് ജീവിക്കാൻ പഠിക്കുക, ജീവിതം സഫലമാകും. നന്മ ചെയ്ത് ജീവിക്കുക, ജീവിതം സന്തോഷകരമാകും. സേവനം ചെയ്ത് ജീവിക്കുക, ജീവിതം ധന്യമാകും.